തിരുവനന്തപുരം നാലാഞ്ചിറ അമ്പനാട്ടെ ഈ വാടക വീട്ടിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട 4 മക്കളുണ്ട്. ഇന്നലെ പുലർന്നപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും അവരോ നമ്മളോ ആഗ്രഹിക്കാത്ത ഒരു ദുർവിധി നടന്നിരിക്കുന്നു. ആ വേദനയുടെ കറുത്ത നിഴൽ മാറി ആ മക്കൾ ജീവിതത്തിലേക്ക് നടന്നു കയറണം. സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും വിചാരണ ചെയ്യപ്പെടുന്ന അവരുടെ അമ്മ, കൊലയാളി എന്ന് വിളിച്ചു കേൾക്കുന്ന അവരുടെ അച്ഛൻ. ആ ഞെട്ടൽ മാറാൻ അവർക്ക് വേണ്ടത് സമൂഹത്തിന്റെ അലിവാണ്, അല്പം കരുണയാണ്. ഇവിടെ ജീവനോടെ ജ്വലിച്ചു നിന്ന ഹസീന എന്ന വീട്ടമ്മ ഇന്നീ ലോകത്തില്ല. ഇല്ലാതാക്കിയതോ ഒരിക്കൽ തിരിച്ചറിവില്ലാത്ത കൗമാരത്തിൽ വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കണ്ടുമോഹിച്ചിറങ്ങിപ്പോയ ഒരു ജീവിത പങ്കാളിയാലായിരുന്നു. അയാളുടെ ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. അയാളൊരു മൊബൈൽ ടെക്നീഷ്യനായിരുന്നു. പേര് സുരേഷ് കുമാർ. അദ്ദേഹത്തെക്കുറിച്ച് ഈ നാട്ടിലൊക്കെ ചോദിക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ് പറയാനുള്ളത്. ये इधर फ्रीज बेचने वाला को मेरे को मालूम है, लेकिन वो नाम मालूम नहीं. अभी इधर तो कोई मुश्किल नहीं है. इधर मुश्किल नहीं, इधर किसी का सब प्रॉब्लम नहीं है. इधर कोई प्रॉब्लम नहीं. वो बाहर का किया है मालूम नहीं मेरे को. इधर कोई मुश्किल नहीं. 2 बेटा है, एक बेटी और एक बेटा इधर आता था. वो मेरे को मालूम है. एक लड़की और एक लड़का. ऊपर बेटे को उम्र क्या है आपको मालूम? उम्र 16-15 आएगा. 15 साल 16 साल ऐसा होगा. So this आदमी अल्कोहल के ना? अल्कोहल के दारू मैं देखा नहीं है. ഓക്കെ. അപ്പോൾ ഇവിടെ മദ്യപിക്കുന്ന ആളൊന്നുമല്ല, അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. നമുക്ക് ഈ അടുത്ത വീട്ടിൽ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം. അമ്മ, ഈ സുരേഷ് കുമാറിനെയൊക്കെ അമ്മ അറിയുന്നതാണോ? ഈ ഹോട്ടലിലൊക്കെ വരുന്നതാണോ? ഹോട്ടലിൽ ഇവിടെ വന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകുന്നറിയാം. അത് എപ്പോഴും അങ്ങനെ വെള്ളത്തിലാണ് വരണത്. എപ്പോഴും വെള്ളത്തിൽ വന്ന് ഈ സ്റ്റാഫുകളെ കൂടെ ഉടക്കിയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം ഒന്ന് പറയും അതിൽ പീസ് വെച്ചില്ലടാ, എന്താടാ പീസ് വെക്കാത്തതെന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ചോദിക്കും. അപ്പൊ ഞങ്ങൾ പറയും ഒന്നും മിണ്ടണ്ട, വെള്ളത്തിലാണ് വരണമെന്നാണ് പറയണത്. എത്ര വയസ്സ് പ്രായം വരും അയാൾക്ക് വയസ്സ് ഇത്തിരി പ്രായമുണ്ട്. ഈ നമ്മൾ അറിഞ്ഞത് പിന്നെ കഴുത്തറുത്താണ് അടുക്കള കയറി പിച്ചാത്തി എടുത്ത് കഴുത്തെടുത്ത് പിള്ളേരെ മുമ്പ് വെച്ച് കുത്തിക്കൊന്നാണ് പറഞ്ഞത്. അതിന്റെ അമ്മ ഉണ്ടെന്ന് അവിടെ വീട്ടില്. ഈ പിള്ളേരെ ഭാര്യയുടെ അമ്മ ഉണ്ടെന്ന്. ഭാര്യയുടെ അമ്മയോടെ ഉണ്ടെന്ന്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കേട്ടപ്പോൾ നമ്മൾ രാവിലെ തളർന്നു പോയി. ഇങ്ങനെ ഓരോ ഭർത്താക്കന്മാര് ഭാര്യ വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കണേ. ഇങ്ങനെ പിള്ളേരെ മുമ്പ് വെച്ച് കൊല്ലണത് വളരെ പ്രയാസമാണ്. നമ്മൾ തന്നെ കേട്ടപ്പോൾ തളർന്നു പോകണം. അപ്പൊ ഈ പിള്ളേർ മാനസികമായി തകർന്നു പോവില്ലേ? ഇങ്ങനത്തെ ഓരോ ദുഷ്ടന്മാര്, അത് അയലോക്കക്കാർ ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ കുട്ടിയെ അറിയിക്കണം. അല്ലാതെ നമ്മൾ ഇത്തിരി 63 വയസ്സായി ഞാൻ കേട്ടപ്പോ എന്റെ നെഞ്ചിടന്ന് ഇടിക്കുന്നു കേട്ടാ. നമ്മളിപ്പോ 1.5 വയസ്സായ കൊച്ചു നെടുമങ്ങാടും കുത്തിക്കൊണ്ട് ഇത്രയും പിള്ളേരില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്ക് കൊടുക്കണം. നാട്ടുകാരോടും വീട്ടുകാരോടും ഒന്നും അധികം ബന്ധം പുലർത്താതെ ഹസീനയും സുരേഷ് കുമാറും പല സ്ഥലങ്ങളിലായി വാടകയ്ക്ക് മാറി മാറി താമസിച്ചു വരികയായിരുന്നു. സുരേഷ് കുമാറിന്റെ മക്കൾ 4 പേരല്ലേ? അത് അവർ ഈ കടയിലൊക്കെ വരാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഈ പിന്നെ സ്ത്രീ, അതായത് കൊല്ലപ്പെട്ട സ്ത്രീ പുറത്ത് കണ്ടിട്ടേ ഇല്ല. അത് ഇവരിവിടെ വാടകയ്ക്ക് വന്നിട്ട് എത്ര കാലമായി ഏകദേശം? എനിക്കറിയത്തില്ല, ഒരു 6-7 മാസമായെന്ന് തോന്നുന്നു. അതേ താമസിക്കുന്ന മുകളിലാണെന്നുള്ളത് മാത്രമേ അറിയത്തില്ല. ഞാൻ ഇതുവഴിയൊക്കെ എപ്പോഴും പോകണത്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിൽ പോകണതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും. അപ്പൊ ഇത് ഏത് കറക്റ്റ് ടൈം എപ്പോഴാണ് നടന്നതെന്നാണ് പറയുന്നത് നാട്ടുകാരുടെ മനസ്സിലായി? അതിപ്പോ പറയുന്നത് രാവിലെ എന്ന് പറയുന്നു, വെളുപ്പിനെന്ന് പറയുന്നു. അത് നമുക്കറിയില്ല. നമ്മളിവിടെ കട 6:15 തുറന്നപ്പോ ആൾക്കാരിങ്ങനെ പറഞ്ഞാണ് നമ്മൾ അറിയുന്നത്. ശരിക്കും ആ പിള്ളേരൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതേ സ്കൂളിൽ വിട്ടോ കുട്ടികൾ? ഇല്ല, വെളുപ്പിനെ അല്ലേ, വെളുപ്പാൻ കാലത്താണെന്നാ പറഞ്ഞത്. 4 മണിക്കോ 5 മണിക്കോ എന്നൊക്കെ പറയുന്നത് അത്രേ അറിയുള്ളൂ. തലേ ദിവസം മദ്യപിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടാണോ? അതിനെ കുറിച്ചുള്ള വിവരമൊന്നും കിട്ടുന്നില്ല. ജംഗ്ഷനിലൊക്കെ പറയുന്ന ഇദ്ദേഹം മദ്യപിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല, നമ്മൾ കണ്ടില്ല. ബന്ധു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ കുടുംബത്തെ കുറിച്ച് അറിയാമായിരുന്നോ? എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം? അങ്ങനെ പ്രശ്നം പണ്ടോട്ട് വലിയ പ്രശ്നങ്ങളാണ്. ആകുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ അടിക്കും. വെള്ളം അടിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നങ്ങളാണ്. അത് വെള്ളം ഇല്ലെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. ഈ മദ്യപാനത്തിലാണോ ഇപ്പോൾ ഈ കൊലപാതകത്തിന്? അത് അറിഞ്ഞൂടാ എങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞു. ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞ വല്ല എന്തെങ്കിലും എഴുതി വെച്ചിട്ടൊക്കെയാണോ ചെയ്തത്? മോർണിംഗ് ആണല്ലോ. ഇതിനകത്ത് പോലീസ് ഇരിപ്പുണ്ട്. അവരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കറക്റ്റായിട്ട് ഉള്ള വിവരം ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് പുലർച്ചെയാണല്ലേ നടന്നത്? അത് പറയുന്നത് എനിക്ക് 7:30 മണിക്കാണ് എനിക്ക് ഫോൺ വന്നത്. അപ്പോൾ പിള്ളേരുടെ മുമ്പിൽ വെച്ചാണ്? ആറ്റിങ്ങലിൽ നിന്നാണ് എനിക്ക് ഫോൺ വന്നത്.
അങ്ങനെ സംഭവം നടന്നിരിക്കണമെന്ന് പറയാം. ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ചാണ് അത് പറഞ്ഞോളൂ. ഈ ഹസീനയ്ക്ക് എത്ര വയസ്സുണ്ട്? ഒരു 35 വയസ്സ്, 17 വയസ്സിൻ്റെ എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? ഇതല്ലേ? ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം തുടങ്ങിയിട്ട് കാലം ഒരുപാടായെന്നാ മനസ്സിലാക്കാം അല്ലേ? അപ്പോഴേക്കും ഈ ബന്ധുക്കളൊന്നും ഇടപെട്ട് പറഞ്ഞുള്ള അറിവ് നമുക്കുള്ള, നമ്മൾ കണ്ടിട്ടില്ല, കേട്ടില്ല. നമ്മളെ കാണുമ്പോൾ ഇവർ ഭയങ്കര സ്നേഹമാണ്. അത് ശരി. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ വീട്ടുകാർ പറഞ്ഞുള്ള അറിവേ നമുക്കുള്ളൂ. കുട്ടികളുടെ ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത്. 4 കുട്ടികളല്ലേ? ഇവർ സഹോദരങ്ങൾ 4 പേര് പഠിക്കുകയും ചെയ്യും. ഇതുപോലെ ഒരു കുടുംബ പ്രശ്നം ഈ വീട്ടിൽ പോലെ തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ബിഹേവിയർ ക്ലാസ്സിൽ വരുമ്പോൾ ബിഹേവിയർ ഉണ്ട്. കുട്ടികൾ കൂടുതലും ഗ്ലൂമി ആയിട്ടാണ്. സ്കൂളിൽ വരുമ്പോഴാണ് അവർ കുറച്ച് ആക്റ്റീവായി കുട്ടികളോട് സഹകരിക്കുമ്പോഴാണ് അവർ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വരുന്നത്. ക്ലാസ് റൂമിൽ അവർ പ്ലസന്റ് അല്ലായിരുന്നു. പൊതുവേ പ്ലസന്റ് അല്ല, പക്ഷേ ക്ലാസ്സിൽ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരങ്ങ് പിന്നെ പ്ലസന്റ് ആകും. വീട്ടിലിങ്ങനെ വീട്ടിലെ സാഹചര്യങ്ങൾ നമുക്ക് അവരെ പിന്നെ അവരുമായിട്ട് സഹകരിച്ച് കഴിയുമ്പോൾ ആ വീട്ടിലെ ആ ഒരു പിന്നെ അസ്വസ്ഥതകൾ അവർക്ക് പ്രകടമാവും. കണ്ടിട്ടില്ലേ? ഈ ഹസീനയെ കണ്ടിട്ടില്ലേ? ഇതുവരെയും കണ്ടിട്ടില്ല. പുറത്ത് വന്നിട്ടും ഇല്ലേ? എന്തമ്മ അങ്ങനെ? നമ്മൾ ഇങ്ങോട്ട് വരവില്ല, നമുക്ക് അതിലെ വഴിയുണ്ട്. എങ്കിൽ പോലും 4 കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോവുക, നഴ്സറി പോവുക, അതിനൊക്കെ ഒരു സ്ത്രീ പുറത്ത് വരത്തില്ലേ? അത് ഇവിടെയൊക്കെയുള്ള ആൾക്കാർക്ക് അറിയാം. നമ്മൾ അപ്പുറത്തെ സൈഡായി അവരും കണ്ടിട്ടില്ലെന്നാ പറയണ. കടയിൽ പോലും ഹസീന പോയിട്ടില്ലെന്ന് പറയണം. കടയിലൊക്കെ ചെല്ലുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ അവർ പറയുന്നത്. ഈ പറഞ്ഞ നന്നായി പഠിക്കുന്ന കുട്ടികളായിരുന്നല്ലോ. പഠിക്കുന്ന കുട്ടികളാണ്, നല്ല പെരുമാറ്റമുള്ള കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല മതിപ്പേ ഉള്ളൂ. ഈ ഒരു മദർ നടക്കുമ്പോൾ കുട്ടികൾ കണ്ടിരുന്നോ? ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ പേരൻസ് അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അതിൻ്റെ അങ്ങേ വർഷം പിന്നെ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. അമ്മ വന്നിട്ട് ഒരുപാട് നാളായി. അതന്നെ ടീച്ചറെ ചോദിക്കുന്നത്. ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്, കുട്ടികൾ കണ്ടോ? അതിപ്പോൾ നമ്മൾ ഇന്നലെ അല്ലേ, അതൊന്നും നമ്മൾ അറിഞ്ഞില്ല. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണ്? ഇപ്പം സംസാരിക്കാൻ അവർ ഒക്കുന്ന ഒരു കണ്ടീഷനിലല്ലല്ലോ. കരഞ്ഞു കിടക്കും. ഇപ്പം അവരൊന്നും പറയുന്നില്ല. ഇവരെ ഏത് രീതിയിലാണ് ഇനി ആശ്വസിപ്പിക്കാൻ പോകുന്നത്? ഇവിടെ 4 കുട്ടികളാണ് ഉള്ളത്. അപ്പം ഇവരുടെ ഈ ഹസീന എന്ന് പറയുന്ന ആള് പിന്നെ ഹസീനയുടെ പിന്നെ അച്ഛൻ്റെ ബാപ്പയുടെ മരണശേഷം ബന്ധുക്കളോട് നല്ല ബന്ധം പുലർത്തിയിരുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മാരേജ് ആയിരുന്നല്ലോ. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഞങ്ങളുടെ കാര്യം എന്താവും എന്നുള്ളതിനെയും തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഇപ്പം സ്ഥിരമായിട്ട് അവര് പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഇപ്പം തുറന്നതല്ലേ ഉള്ളൂ. ഈ 2 ദിവസങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ വന്നിട്ടില്ല. അന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ 2-3 ദിവസമായിട്ട് അല്ല, ഇപ്പൊ 1-ാം തീയതി സ്കൂൾ റീഓപ്പൺ ചെയ്തത്. അപ്പൊ ഈ 2 ദിവസം കുട്ടി സ്കൂളിൽ വന്നിട്ടില്ല. ഈ കഴിഞ്ഞ 3 ദിവസവും ഇയാൾ കടയും തുറന്നിട്ടില്ല. അപ്പൊ നമ്മുടെ സ്കൂളിലും വന്നിട്ടില്ല. അപ്പൊ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവർക്ക് പനിയായിട്ടിരിക്കുക, അതുകൊണ്ടാണ് വരാത്തത്. സാധാരണ ടീച്ചറോട് സംസാരിക്കുന്നത് ഹസീനയാണോ ഭർത്താവാണോ? അല്ല, എന്നോടെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ അവർ എൻ്റെ ക്ലാസ്സിൽ വന്നതേ ഉള്ളൂ, 6-ാം ക്ലാസ്സിലോട്ട്. അപ്പൊ അതിനുള്ള സമയം ആയിട്ടില്ല. 2 ദിവസമല്ലേ ആയുള്ളൂ സ്കൂൾ തുറന്നിട്ട്. ആ ടീച്ചർ പറഞ്ഞതുപോലെ സ്കൂൾ തുറന്നതിന് ശേഷം കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി സുരേഷ് കുമാർ കടയും തുറന്നിട്ടില്ല. ഒരിക്കൽ വ്യവസ്ഥാപിതമായ സങ്കല്പങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇരുമതസ്ഥർ തമ്മിൽ ഒന്നാവുകയായിരുന്നു. അത് ഏകദേശം 19 വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് നമുക്ക് കരുതാം. ഇവർ ഇക്കാലം അത്രയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലാകെ 6-7 തവണ പോലീസ് സ്റ്റേഷനിലെത്തിയതായി പറയുന്നു. അവരുടെ കുടുംബ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയാണ്, നീതി തേടിയാണ്. പക്ഷെ ഒന്നും നടന്നില്ല. എൻ്റെ അണ്ണൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ ബന്ധമില്ല. കൈപോയി പെണ്ണ് പോയ പിന്നെ ഞങ്ങൾ ഒരു ബന്ധവുമില്ല ഇവരുമായിട്ട്. ഉമ്മ, ഈ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഇപ്പം എല്ലാവരും സംസാരിക്കുന്നത്. അവരിപ്പം ഇനി ആര് നോക്കും? ആരും നോക്കാനില്ല. നമുക്ക് നോക്കാം. നമ്മുടെ അവളെ വാപ്പാടെ ആൾക്കാർക്ക് നോക്കാൻ പറ്റൂല. ഉമ്മയുടെ ആൾക്കാർ കൊണ്ടുപോയി നോക്കിയാലേ ഉള്ളൂ. അവർ നോക്കുമെന്ന് അറിഞ്ഞില്ല. കാരണം അവർ മുസ്ലിം ആയിട്ടില്ല. 100 തവണ പറഞ്ഞ് മുസ്ലിം ആവ് എന്ന് ആയിട്ടില്ലെന്നാ പറയണേ. അവളും അവനും. പക്ഷെ ഹസീന എന്നുള്ള പേരൊക്കെ അവൾ എൻ്റെ അണ്ണന്റെ മോളാണ്. അവൻ സുരേഷ്. അപ്പൊ ആൾറെഡി ഹസീന മുസ്ലിം തന്നെയാണ്. ഹസീന മുസ്ലിം. അവന്റെ അടുത്ത് പറഞ്ഞു മുസ്ലിം ആവ്. അപ്പൊ അവനായില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വ്യവസ്ഥാപിതമായ സങ്കല്പങ്ങളുടെ കോട്ടകുത്തളങ്ങളിൽ നിന്ന് പുറത്തു ചാടിയ ഹസീനയും സുരേഷും ഇന്ന് വ്യവസ്ഥാപിതമായ സങ്കല്പങ്ങൾക്ക് പുറത്തു നിൽക്കുകയാണ്. അവരുടെ മക്കൾക്ക് തണലാകാൻ ഏതു മതത്തിനാണ് കഴിയുക? അവർക്ക് നീതി കിട്ടേണ്ടത് എപ്രകാരമാണ്?
ഈ സമൂഹം ചിന്തിക്കണം. മാത്രവുമല്ല, ഒരു കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന് വേണ്ട, ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യയ്ക്ക് പുറത്തു കിടക്കണം, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ വേണ്ട, പുറത്തു പോകണം. അതിന് ഈ സങ്കല്പങ്ങളിൽ പെട്ടവരുടെ ഉപദേശങ്ങളിൽ നിന്ന് മാറി സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടാവണ്ടേ? എന്നാലല്ലേ ജീവനും ജീവിതവും അപഹരിക്കപ്പെടാതിരിക്കൂ, ബാല്യങ്ങൾ അനാഥമാക്കപ്പെടാതിരിക്കൂ. ആ സംവിധാനങ്ങളിലേക്ക് ഒരു ചിന്ത കൂടി വന്നെങ്കിൽ നന്നായി എന്ന് തോന്നുന്നു. തമിഴ്നാട്ടിലെ ചിദംബരത്തിനടുത്ത് പുലർച്ചെ ഒരു അജ്ഞാത മൃതശരീരം കണ്ടു. അത് സുരേഷിൻ്റേതാണോ എന്ന് പോലീസ് സംശയിക്കുന്നു.